അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഈ ഹാർഡ് ഡിസ്ക് കൊണ്ട് കൊടുക്കുന്നത്, ഈ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റി അഞ്ജലി കൊടുത്ത അതേ ആളുകളുടെ കയ്യിൽ തന്നെ കൊണ്ടുപോയിട്ട് ഈ ഹാർഡ് ഡിസ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹരി കൊണ്ട് കൊടുക്കുകയാണ്. കള്ളന്റെ കയ്യിൽ താക്കോല് ഏൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതാണ് അവസ്ഥ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രാവിലെ നേരത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല ചില കാരണങ്ങൾ കൊണ്ട്. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എനിക്ക്. അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തല പൊക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വരാൻ പറ്റിയത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അർജുനും അഞ്ജലിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി രാഘവനൊന്ന് തിരിച്ചറിയുമോ എന്നുള്ളതായിരുന്നു അല്ലെ. എന്താണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡ് തീരുന്നത് തന്നെ, അതായത് കുറുപ്പും കാവ്യയും കൂടി ചോദിക്കുകയാണ്, ഇങ്ങനെ അഞ്ജലിയും അതുപോലെ അർജുനും തമ്മിൽ എന്താണ് ബന്ധം, ഇല്ലെങ്കിൽ ഈ ചാൾസിനെ പിടിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രാഘവനുണ്ണി ഞെട്ടുകയും അതുപോലെ തന്നെ അവർ തമ്മിൽ എന്ത് ബന്ധം ഉണ്ടാകാനാണ്, ഇത് ഉടനെ തന്നെ അന്വേഷിക്കാം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതിന്റെ ബാക്കി എന്നോണം തുടങ്ങുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് ഇതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അർജുനും ഈ അഞ്ജലിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഉടനെ തന്നെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പോൾ രാഘവന് പറയും, ഉടനെ തന്നെ അത് എന്താ സംഭവം ഞാൻ കണ്ടുപിടിക്കും, ഉടനെ തന്നെ ഞാൻ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെന്ന് കാവ്യക്കും കുറുപ്പിനും ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അതിനൊപ്പം തന്നെ വേറൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കുറുപ്പിന്റെ ഭാര്യ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ കാവ്യയും അർജുനും തമ്മിലുള്ള വിവാഹം ഉടനെ തന്നെ നമുക്ക് നടത്തേണ്ടായിരുന്നു, ഇങ്ങനെ നീണ്ടു പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് അവരൊരു ആശങ്ക പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും രാഘവനുണ്ണി പറയും, എനിക്ക് നിങ്ങളുടെ ആശങ്ക മനസ്സിലാവും, നമുക്ക് എന്താണെങ്കിലും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പൊ പത്മ കേസ് നമുക്ക് വളരെ അനുകൂലമായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇനി ഒരു സിറ്റിംഗ് കൂടി മതിയാകും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പത്മ എന്നൊരു സംഭവം, അങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത ദിവസം ഒരു സിറ്റിങ്ങോട് കൂടി ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്ന അത്ര കോൺഫിഡൻസോട് കൂടിയിട്ട് ഈ രാഘവനുണ്ണി അവരോട് പറയാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അർജുന്റെയും കാവ്യയുടെയും വിവാഹ കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ഉടനെ തന്നെ ചെയ്യാൻ രാഘവനുണ്ണി ഉറപ്പ് കൊടുക്കുകയാണ് കുറുപ്പിനും കാവ്യക്കും അവർക്കൊക്കെ കേട്ടോ. അപ്പം ഇത് കേൾക്കുമ്പോൾ കാവ്യ സന്തോഷം കൊണ്ട് അങ്ങോട്ട്, എന്താ പറയാ, പുള്ളിക്കാരികളുടെ സന്തോഷം കൊണ്ട് അങ്ങോട്ട് ഇരിപ്പുറയ്ക്കാൻ പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല കേട്ടോ. അത്ര അധികം എക്സൈറ്റഡ് ആയിട്ട് പുള്ളിക്കാരി മാറുകയാണ്. എന്താണെങ്കിലും ഇങ്ങനെയാണ് ആദ്യത്തെ സീനുകളൊക്കെ നടക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അഞ്ജലി അനുപമയായിട്ട് കൊമ്പ് കൊടുത്ത ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അഞ്ജലി അവിടെ വീട്ടിലെത്തിയിട്ടും അഞ്ജലി കുട്ടിക്ക് ശരിക്കും പറഞ്ഞ മനസ്സ് ഒരു സമാധാനവും ഇല്ല കേട്ടോ. കാരണം കോടതിയിൽ വെച്ച് എത്ര വൾഗറായിട്ട്, വളരെ മോശമായ രീതിയിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ രാഘവനുണ്ണി ഈ കേസിൽ പല വാക്കുകളും ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ. അഞ്ജലിയും ജാഫറിനും ചേർത്ത് വരെ വളരെ മോശമായിട്ടല്ലേ ആ പുള്ളി ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമം അഞ്ജലിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പത്മ പറഞ്ഞ കാര്യം, ചേച്ചി അങ്ങനെ ഒരു പിക്ചർ ഇല്ല, അങ്ങനത്തെ ഒരു പെൺകുട്ടി അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പത്മ പൊട്ടിക്കരയണതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അഞ്ജലി നിൽക്കുകയാണ്. അപ്പൊ വീടിന്റെ അകത്തേക്ക് അഞ്ജലി കയറിയിട്ടില്ല. അപ്പൊ ഈ പത്മ ഓൾറെഡി ഇവിടുന്ന് ഇറങ്ങിപ്പോയി, ഓടിപ്പോയി എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ അഞ്ജലി അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ അഞ്ജലി ഇതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മ ഓടി വരും, മോളെ അവള് ഇറങ്ങിപ്പോയി മോളെ, അവള് ചാകാനാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി മോളെ എന്ന് അഞ്ജലിയോട് അമ്മ പറയും. അപ്പോഴാണ് അഞ്ജലി കാര്യം അറിയുന്നത്, ഈ പത്മ പോയ കാര്യം. അപ്പൊ അഞ്ജലി ആകെ വിഷമിക്കും. കാരണം പത്മയ്ക്ക് എത്രത്തോളം ആത്മവിശ്വാസം കൊടുത്തിട്ടാണ് ശരിക്കും അഞ്ജലി പോയത്. നമുക്കിങ്ങനെ പല സംഭവങ്ങളും നേരിടേണ്ടി വരുമെങ്കിലും നമുക്ക് കേസ് അനുകൂലമായിട്ട് വരുന്നുണ്ട് മോളെ, നീ ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടൊരു എനർജി കൊടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ജലി വീട്ടിൽ നിന്ന് അനുപമയെ കാണാനായിട്ട് പോയിട്ടുള്ളത് അല്ലെ. അന്നേരം ശരിക്കും പറഞ്ഞാൽ പത്മ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വീടിന്റെ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്തല്ലേ. പക്ഷെ ഇതിനിടയിൽ എന്താ സംഭവിച്ചത് എന്ന് അഞ്ജലി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ആര്യ ആ സമയം അങ്ങോട്ടേക്ക് വരും. ആര്യ പറയും, ഇവിടെ ഒരാളുണ്ടല്ലോ, വളരെ എന്ത് കാര്യത്തിനും ദുഷ്ടതനും വിളമ്പുന്ന, വളരെ ഒരു മോശമായിട്ട് പെരുമാറുന്ന ഇവിടെ ഒരാളുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ മനസ്സിലായി
അമ്മായിയായി ഈ പണി ഒപ്പിച്ചെന്ന്. ആര്യ പറയും പത്മയോട് വളരെ മോശമായിട്ട് ഭയങ്കര അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഈ അമ്മായി പെരുമാറിയെന്ന് അഞ്ജലിയോട് പറയും. അപ്പം അമ്മയും പറയും ആ പത്മ ഇവിടെ വന്നപ്പോൾ മുതൽ അവള് വളരെ മോശമായിട്ടാ അവള് പെരുമാറിയിട്ടുള്ളതെന്ന് അമ്മയും പറയും കേട്ടോ. അപ്പൊ അമ്മായി അപ്പൊ അവിടെ ഒന്നുമില്ല, അമ്മായി എവിടെയോ അടുത്ത ഏഷ്യനിക്ക് വേണ്ടിയിട്ട് വേറെ എവിടെയോ പോയിരിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ സീനുകളൊക്കെ നടക്കുന്നുണ്ട് ഈ സമയത്ത്. അപ്പൊ ആര്യ പറയുന്നുണ്ട് ഈ സമയത്ത് രാജീവും വന്നു, കൂട്ടുകാരെല്ലാരും തപ്പി പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ആര്യ വളരെ വിഷമം പറയുന്നുണ്ട്. ആര്യക്ക് പത്മ പോകുമ്പോൾ തടയാൻ പറ്റിയിട്ടില്ല, കാല് ഇങ്ങനെയുള്ളതുകൊണ്ട് തടയാൻ പറ്റിയിട്ടില്ലല്ലോ, അതിന്റെ വിഷമം കാര്യങ്ങളൊക്കെ ആര്യ പങ്കുവയ്ക്കുന്നുണ്ട്. പുള്ളിക്കാരി ഭയങ്കര വീർപ്പ് കൂട്ടലില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സീനൊക്കെ നടന്നു കഴിയുമ്പോഴാണ് അർജുന് തിരിച്ചെത്തുന്നുണ്ട്. അർജുന് തിരിച്ചെത്തും. അർജുൻ പറയും ഇങ്ങനെ ആര്യ എന്നോട് പറഞ്ഞു ഇങ്ങനെ പത്മ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഒരുപാട് പത്മയെ തപ്പി നോക്കി, പക്ഷെ എവിടെയും കിട്ടിയിട്ടില്ല. കുറെ ഞാൻ അലഞ്ഞു നോക്കി, എന്നിട്ട് പത്മയെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് അഞ്ജലിയോട് പറയാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല കേട്ടോ എന്നൊക്കെ പറയട്ടോ. പിന്നെ അതിനൊപ്പം തന്നെ അഞ്ജലിയോട് അർജുൻ ഒരു കാര്യം പറയും. അഞ്ജലി, നീ സേഫ് ആയിരിക്കണം, നീ ഇത്രയധികം കഷ്ടപ്പെട്ടതാണ്, നിനക്കൊരു ഇഷ്യൂ ഇപ്പൊ പത്മ എന്തെങ്കിലും പോയി സംഭവം എന്തെങ്കിലും ചെയ്തു വെച്ചാലും അത് ശരിക്കും പറഞ്ഞാൽ അഞ്ജലിയെ തന്നെയല്ലേ ബാധിക്കുക. അപ്പൊ ആ ഒരു കരുതൽ അർജുന് മനസ്സിലുണ്ട്. അപ്പൊ അർജുൻ പറയും അഞ്ജലി, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു റിട്ടേൺ ആയിട്ട് ഒരു പെറ്റീഷൻ തയ്യാറാക്കി പോലീസ് സ്റ്റേഷനിൽ ഉടനെ തന്നെ കൊടുക്കണം. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഈ പത്മയ്ക്ക് വന്നാൽ അത് നിന്നെയാണ് ബാധിക്കുക. അപ്പോൾ റിട്ടേൺ ആയിട്ട് ഒരു പരാതി ഇപ്പൊ മിസ്സിംഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൊടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അഞ്ജലിയെ സഹായിക്കുമെന്ന് അർജുൻ പറയാണ്. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേന് വളരെ എന്താ പറയാ, അർജുൻ തന്നെ എത്രത്തോളം കരുതലുണ്ട് എന്ന് ഒരു നിമിഷം ചിന്തിച്ച് നിൽക്കുന്ന അഞ്ജലിയെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ അവര് തമ്മിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അർജുന്റെ കരുതലിനെ ഒരു നിമിഷം അഞ്ജലി ഒന്ന് മാനിച്ചു എന്ന്, ഒരു സ്നേഹത്തോടെ വിചാരിച്ചു എന്ന് ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെ സീൻ അങ്ങനെ നടക്കുന്നു. അതിനുശേഷം അർജുൻ തിരിച്ചു പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ തിരിച്ച് അടുത്ത സീൻ എന്ന് പറയുന്നത് ഇതിനിടയിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ ഹാർഡ് ഡിസ്കിൽ എന്തെങ്കിലും ഈ ഫയൽ മിസ്സായി പോയിട്ടുണ്ടോ, എന്തെങ്കിലും സംഭവം തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്ന് ഹരിയോട് ചെക്ക് ചെയ്യണമെന്ന് രാഘവണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹരി നടക്കുകയാണ്. ഹരിക്ക് പൊതുവെ ഒരു മണ്ടത്തരമുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോ ഹരി കൊണ്ട് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി എത്തിക്കുന്നത് അഞ്ജലിയുടെ കൂട്ടുകാരെ ഏൽപ്പിച്ച് ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റാനായിട്ട് ഏൽപ്പിച്ച അതേ ആളുകളുടെ കയ്യിൽ തന്നെയാണ് ഈ സാധനം കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഈ ഹാർഡ് ഡിസ്ക് കൊണ്ട് കൊടുക്കുന്നത് ഈ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റി അഞ്ജലി കൊടുത്ത അതേ ആളുകളുടെ കയ്യിൽ തന്നെ കൊണ്ടുപോയിട്ട് ഈ ഹാർഡ് ഡിസ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹരി കൊണ്ട് കൊടുക്കുകയാണ്. കള്ളന്റെ കയ്യിൽ താക്കോല് ഏൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഹാർഡ് ഡിസ്ക് കൊണ്ട് ഹരിയാ കടയിൽ ചെന്നു. അയാളോട് പറയും ഇങ്ങനെ ഇന്നത്തെ ഒരു സംഭവം ഉണ്ട്, അതൊന്ന് പാസ്വേഡ് പ്രൊട്ടക്റ്റഡാ, ചേട്ടനൊന്ന് തുറന്നു നോക്കാവോ. അപ്പോൾ പൈസ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ പുള്ളിക്ക് കാര്യം മനസ്സിലായി, ഹാർഡ് ഡിസ്ക് കണ്ടപ്പോഴേ മനസ്സിലായി സംഭവം എവിടെ എങ്ങനെയൊക്കെ തിരിച്ചെത്തി എന്നുള്ള കാര്യം. കടക്കാരനും അതിനെ സഹായിക്കാൻ കാര്യം മനസ്സിലായി കേട്ടോ. അപ്പത്തേനും ഞാൻ വേണ്ടത് ചെയ്യാൻ കേട്ടോ പറ്റി ഹരീനെ സുഖിപ്പിച്ചിട്ട് പുള്ളി പറഞ്ഞു വിടും. അപ്പൊ തന്നെ നമ്മുടെ ശോഭാരം പറയും, എടാ നീ വേഗം ഷട്ടർ അടിച്ചോ എന്ന് പറയും. അങ്ങനെ ഷട്ടർ അടയ്ക്കും. പിന്നെ ബാക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് ഒരു ദൈവ നിശ്ചയം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഈ ഹാർഡ് ഡിസ്ക് മിസ്സായി പോയി കഴിഞ്ഞപ്പോൾ മുമ്പിൽ ഒരു പോംവഴിയും ഇല്ലാതെ അഞ്ജലി ശരിക്കും പിന്നെ നിൽക്കുക സത്യം പറഞ്ഞ ഇപ്പൊ. കാരണം വെച്ചാൽ ഈ ഹാർഡ് ഡിസ്കിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. വേറൊരു തെളിവുകളായിട്ടൊന്നും ഇല്ലല്ലോ, ഒരു സാക്ഷികളില്ല, ഒന്നുമില്ല പറയാനായിട്ട് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ദൈവം നിശ്ചയം അല്ലെങ്കിൽ ന്യായം എന്ന് പറയുന്ന ഒരു സംഭവം അഞ്ജലിയുടെയും പത്മയുടെയും ഭാഗത്തുള്ളത് കൊണ്ടായിരിക്കാം ഈ ഹാർഡ് ഡിസ്ക് കറങ്ങി തിരിഞ്ഞു മറിഞ്ഞ് അവസാനത അഞ്ജലിയുടെ കയ്യിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കടക്കാൻ എടുത്ത സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണ് അങ്ങനെ സെയിം നടക്കുന്ന കണ്ടപ്പോൾ നമുക്ക് വളരെയധികം ഒരു സന്തോഷം തോന്നി, ഒരു ആശ്വാസം തോന്നി കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെ സീന്. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഇന്നത്തെ എപ്പിസോഡിലെ സീൻ എന്ന് പറയുന്നത് അതായത് ഈ അർജുനും അഞ്ജലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് തല പുകഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ രാഘവനുണ്ണി. പുള്ളി വാലിന് തീ പിടിച്ചതുപോലെ ആ വീട്ടിലെത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അർജുന് അത് കൊച്ചച്ഛൻ്റെ മോളെയും കൊണ്ടൊക്കെ പിക്ക് ചെയ്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് വീട്ടിലെത്തിയാണ്.
ഈ സമയത്ത് ഇങ്ങനെ അർജുൻ ഇങ്ങനെ കൂളായിട്ട് ലാല കളിച്ച് കയറി പോകുന്നു. ഈ സമയത്ത് പുറകെ ചെല്ലുകയാണ്. ഈ അർജുനോട് വരുമ്പോ തന്നെ ചോദിക്കണം രാഘവൻ, നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അർജുൻ ഇങ്ങനെ കയറി പോകുന്നു. അപ്പൊ പുറകെ ചെന്ന് പിടിക്കുകയാണ് അർജുനെ രാഘവനുണ്ണി. നീ അവിടെ നിൽക്കടാന്ന് പറഞ്ഞിട്ട് നിർത്തിയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് കൊച്ചന്മാരൊക്കെ സൈഡ് വഴിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് അർജുനെ രാഘവനുണ്ണി. ഈ സമയത്ത് ഇതേ സമയം തന്നെ അനുപമ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അർജുനോട് രാഘവനുണ്ണി ചോദിക്കുകയാണ്, ഈ അഞ്ജലിയും നീയും തമ്മിൽ എന്താണ് ബന്ധം? ഇത് കേൾക്കുമ്പോ തന്നെ കത്തി, സത്യം പറഞ്ഞ അർജുന്റെ മനസ്സിൽ കത്തി എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷെ അർജുൻ അപ്പൊ ചോദിക്കും, ഏത് അഞ്ജലിയുടെ കാര്യം അച്ഛന് ഈ പറയുന്നത്? അപ്പൊ തന്നെ രാഘവനുണ്ണിക്ക് കലിപ്പ് കയറും. രാഘവനുണ്ണി പറയും, നിനക്ക് ഏതൊക്കെ അഞ്ജലി അറിയാം? എന്റെ ശത്രുവായ അഡ്വക്കേറ്റ് അഞ്ജലി നിനക്ക് അറിയില്ലേ? അവളുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം എന്ന് ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴും അർജുൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അപ്പൊ അച്ഛൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അഞ്ജലിയായിട്ട് എന്തോ ഒരു സംഭവം എന്നുള്ള കാര്യമെല്ലാം അറിഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്ന് എങ്ങനെയാണെന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുമെന്ന് ഇങ്ങനെ അർജുൻ ആലോചിക്കുവാണേ. അപ്പൊ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ അപ്പൊ ഒരു കോമഡി സത്യം പറഞ്ഞാൽ അർജുൻ മനസ്സിൽ ഇങ്ങനെ കണക്കുകൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ രാഘവനോട് ചോദിക്കുന്നു, നീ ചാൻസ് പറഞ്ഞ ഗുണ്ടയെ, ഈ അഞ്ജലി ആക്രമിക്കാൻ ചെന്ന ഗുണ്ടയെ നീ പിടിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ, അങ്ങനെ അതെന്താ കാരണം എന്താ? അങ്ങനെയാണ് നീ അഞ്ജലി തമ്മിൽ എന്താ ബന്ധം നീ തുറന്ന് പറഞ്ഞേ പറ്റൂ എന്ന് പറയാണ്. എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അഞ്ജലി, അവളുമായിട്ട് നിനക്ക് എന്താ ബന്ധം എന്ന് എനിക്കിപ്പോ തന്നെ അറിഞ്ഞു പറ്റുമെന്ന് പറയും. അപ്പൊ പതുക്കെ ഉരുണ്ട് കളിക്കുകയാണ് അർജുൻ ഉരുണ്ട് കളിച്ചു പറയും, അഞ്ജലിയെ എനിക്ക് അറിയത്തില്ല അച്ഛൻ, ഞാനൊരു ഗുണ്ടയായിട്ടൊന്ന് ഏറ്റുമുട്ടിയായിരുന്നു, അവന് ഞാനായിട്ടൊന്ന് കുറച്ച് ഒരസലൊക്കെ ഉണ്ടായി. അപ്പൊ അവൻ എന്നെ പറ്റി അറിയില്ലല്ലോ, ഞാൻ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് കുറച്ചൊന്നും രാഘവനുണ്ണിനെ പൊക്കിയൊക്കെ അടിച്ച്, ഇത്രയും വലിയ വക്കീലിന്റെ മകനാണ് ഞാൻ, അവനെന്ന് അറിയില്ല, അവൻ അങ്ങനെ വിട്ടിട്ട് വരാൻ പറ്റത്തില്ല, ഞാനായിട്ടൊന്ന് ഒരസലൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു വെച്ച, അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല, അഞ്ജലിയുടെ കേസൊന്നും എനിക്ക് അറിയത്തില്ല ആ രീതിയിലൊക്കെ പറയണം. അപ്പൊ രാഘവനുണ്ണി അപ്പോഴും ആ കഥയിലൊന്നും അത്ര വിശ്വസിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ രാഘവനുണ്ണി പറയും, നീ ഈ കഥ ഞാൻ വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? നീ ഉള്ള കാര്യം പറ, അഞ്ജലിയായിട്ട് എന്താ ബന്ധം? അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെയും ചോദിക്കും, അച്ഛാ അത് എനിക്ക് അറിയത്തില്ല അച്ഛാ, അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് ആ സംഭവത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനായിട്ട് ഒരു പരിധി വരെ അർജുൻ അപ്പൊ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതും ഇതൊക്കെ അർജുന് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ചപോലെ രാഘവനുണ്ണി വരും. അയാൾ പിന്നെ അത് എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകും. അതിനൊപ്പം തന്നെ കൊച്ചന്മാർ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. കൊച്ചന്മാര് പറയും, അവന് അഞ്ജലിയായിട്ട് ബന്ധമൊന്നുമില്ല, പറഞ്ഞ മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവര് ചെറിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കൊച്ചച്ഛന് ഓൾറെഡി മനസ്സിലായി അഞ്ജലിയും അർജുനും തമ്മിൽ ബന്ധം ഉണ്ടെന്നുള്ള കാര്യം കേട്ടോ. എന്താണ് രാഘവനുണ്ണി ആ ഒരു നിമിഷത്തിൽ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി, അങ്ങനെ പോകുന്നു. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ അനുപമ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അനുപമ നോക്കി നിൽക്കുമ്പോ അനുപമ ചിന്തിക്കുന്ന ഈ ഒരു കാര്യമാണ്, എന്റെ മാലാകുട്ടി അല്ലെ എന്റെ ഒരു പ്രണയിനി എന്നൊക്കെ പറഞ്ഞ് അർജുൻ പലപ്പോഴും പറയുന്നത് അനുപമ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഈ പറയുന്നത് അഞ്ജലി ആയിരിക്കുമോ? അഡ്വക്കേറ്റ് അഞ്ജലി ആയിരിക്കുമോ? അങ്ങനെ എങ്ങാനും ആയിരിക്കുമെന്ന് ടെൻഷൻ അടിച്ച് കേട്ടോ അനുപമ. അങ്ങനെ എങ്ങാനും ആണെങ്കിൽ അനുപമയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. പുള്ളിക്കാരി അങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇതാലോചിച്ച് നിൽക്കുന്ന ഒരു സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. ഒരു ലാഗൊന്നും അടിക്കാത്ത നല്ല ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. രാത്രിയിലെ പ്രൊമോയുടെ വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടേക്ക് കെയർ, ബൈ ബൈ.